morning students, welcome to our GS class. Today we are going to study class 5 GS, the remaining part of our chapter 4, that is matter and materials. Okay, this is our chapter 4. We in the chapter 4 in the remaining part and change of state of matter. Okay, what is matter? Matter is anything that has mass and occupied space. Matter is anything that has mass. Okay, and anything that has mass and occupied space. ഏതൊരു വസ്തു ആകട്ടെ ഭാരമുള്ളതായിരിക്കും. പിന്നെ എന്താണ് അതിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമായിട്ടുള്ള ഏതൊരു വസ്തുവിനെയും നമ്മൾ മാറ്റർ എന്നാണ് പറയുന്നത്. What are the three states of matter? മാറ്ററിന്റെ മൂന്ന് സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? സോളിഡ്സ്, ലിക്വിഡ്സ്, ഗ്യാസസ്. അല്ലേ? സോളിഡ് സ്റ്റേറ്റിന് നമ്മൾ എക്സാമ്പിൾസ് പഠിച്ച ഏതൊക്കെയാണ്? സ്റ്റോണ്, വുഡ്, ഇതെല്ലാം എന്താണ്? സോളിഡ് സ്റ്റേറ്റ് ആണ്. അല്ലേ? ലിക്വിഡ് സ്റ്റേറ്റ് ആണെങ്കിലോ വാട്ടർ, ഓയിൽ, ഇതെല്ലാം ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. പിന്നെ ഗ്യാസസിന് എക്സാമ്പിൾ ഏതൊക്കെയാണ് പഠിച്ചത്? കാർബൺ ഡയോക്സൈഡ്, ഓക്സിജൻ, ഇതെല്ലാം വാട്ടർ വേപ്പർ, ഇതെല്ലാം ഗ്യാസസിന് എക്സാമ്പിൾസ് ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ. മാറ്റർ ക്യാൻ എക്സിസ്റ്റ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്, ദാറ്റ് ഈസ് സോളിഡ്സ്, ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. അപ്പോൾ നമ്മൾ പഠിച്ചതാണ് മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്ററിന് മൂന്ന് സ്റ്റേറ്റ്സ് ഉണ്ട് അല്ലേ? സോളിഡ്സ്, ലിക്വിഡ്സ്, ഗ്യാസസ്. The states of matter can be interchanged on heating or cooling. നമ്മൾ ഈ മാറ്ററിൻ്റെ ഓരോ സ്റ്റേറ്റ്സിനെ നമ്മൾ ഒന്നെങ്കിൽ ചൂടാക്കുകയോ ഹീറ്റ് ആക്കുമ്പോഴോ അല്ലെങ്കിൽ കൂളാക്കുമ്പോഴോ തണുപ്പിക്കുമ്പോഴോ മാറ്ററിൻ്റെ സ്റ്റേറ്റ്സിൽ വ്യത്യാസം വരുന്നു. ഇപ്പോൾ നമ്മൾ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വാട്ടറിനെ നമ്മൾ കൂൾ ചെയ്യുമ്പോൾ അതെന്തായിട്ട് മാറും? ഐസായിട്ട് മാറും. അല്ലേ? വാട്ടർ ഐസായിട്ട് മാറുമ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിൽ ഉള്ള വാട്ടർ സോളിഡ് സ്റ്റേറ്റിലുള്ള ഐസായിട്ട് മാറും. അല്ലേ? എന്നിട്ട് നമ്മൾ ഈ വാട്ടറിനെ ചൂടാക്കുമ്പോഴത്തേന് വാട്ടർ വേപ്പറായിട്ട് മാറും. അല്ലേ? വാട്ടർ വേപ്പർ ആകുക എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ ഗേഷ്യസ് ഫോമിലോട്ട് അല്ലെങ്കിൽ ഗ്യാസ് ആയിട്ട് മാറി. ഓക്കെ, ഇതാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ദ സ്റ്റേറ്റ് ഓഫ് മാറ്റർ ക്യാൻ ബി ഇന്റർചേഞ്ച്ഡ് ഓൺ ഹീറ്റിംഗ് ഓർ കൂളിംഗ്. സോളിഡ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഈസ് കോൾഡ് ഐസ്. അപ്പോൾ സോളിഡ് സ്റ്റേറ്റ് ഓഫ് വാട്ടർ ഈസ് കോൾഡ് ഐസ്. വാട്ടറിന്റെ സോളിഡ് സ്റ്റേറ്റിന് നമ്മൾ പറയുന്ന പേരാണ് ഐസ്. When the solid state, the molecules are held tightly together and cannot move easily. അതായത് നമ്മൾ പഠിച്ചാണ് സോളിഡ് സ്റ്റേറ്റ്സിൽ മോളിക്യൂൾസിനെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? they are closely packed. അല്ലേ? മോളിക്യൂൾസ് വളരെ ക്ലോസ് ആയിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് മൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ മോളിക്യൂൾസ് cannot move easily. As ice heats up, it changes into liquid water. ഐസ് നമ്മൾ ചൂടാക്കുക. ഐസിനെ നമ്മൾ ചൂടാക്കുമ്പോഴത്തേക്ക് അതെന്തായിട്ട് മാറും? വാട്ടർ ആയിട്ട് മാറും, ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറും. അല്ലേ? ദ മോളിക്യൂൾസ് ആർ ലൂസർ ആൻഡ് മൂവ് അബൌട്ട് ഈസിലി. അപ്പോൾ ഈ ഐസ് ലിക്വിഡ് സ്റ്റേറ്റിലായിട്ടുള്ള വാട്ടർ ആയിട്ട് മാറുമ്പോഴത്തേക്ക് അതിൻ്റെ മോളിക്യൂൾസ് എങ്ങനെയാണ്? മോളിക്യൂൾസ് ആർ ലൂസർ ആൻഡ് മൂവ് അബൌട്ട് ഈസിലി. മോളിക്യൂൾസ് സോളിഡ് സ്റ്റേറ്റിനേക്കാളും ലിക്വിഡ് സ്റ്റേറ്റിലാകുമ്പോഴത്തേക്ക് മോളിക്യൂൾസ് ലൂസറാണ്. അതുകൊണ്ട് തന്നെ മൂവ് ചെയ്യാൻ പറ്റും. When water is boiled, it changes into vapor. വാട്ടർ നമ്മൾ ചൂടാക്കുമ്പോഴത്തേക്കും വാട്ടർ വേപ്പർ ആയിട്ട് മാറുന്നു. The molecules in a vapor move faster than in a liquid. ഒരു ലിക്വിഡിനെ അപേക്ഷിച്ച് വാട്ടർ വേപ്പർ അല്ലെ ലിക്വിഡ്സിനെ അപേക്ഷിച്ച് ഗേഷ്യസ് ഫോമിലോട്ട് അല്ലെങ്കിൽ ഗ്യാസ് ആയിട്ട് മാറുമ്പോഴത്തേക്കിന് മോളിക്യൂൾസ് ഒരുപാട് സ്പേസ് ഉണ്ട് മോളിക്യൂൾസിന് മൂവ് ചെയ്യാനായിട്ട്. അല്ലേ? സോ മോളിക്യൂൾസിന് വളരെ ഫാസ്റ്റർ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. വാട്ടർ ഈസ് ദ ഓൺലി സബ്സ്റ്റൻസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ ഓൾ ത്രീ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. അതായത് മാറ്ററിന്റെ മൂന്ന് സ്റ്റേറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരേ ഒരു സബ്സ്റ്റൻസ് ആണ് വാട്ടർ. വാട്ടർ ഈസ് ദ ഓൺലി സബ്സ്റ്റൻസ് that exist the three states of
മാറ്റർ. അതായത് വാട്ടറിന്റെ സോളിഡ് സ്റ്റേറ്റ് ആകുമ്പോഴത്തേക്ക് ഐസ്, ലിക്വിഡ് സ്റ്റേറ്റ് ആകുമ്പോഴത്തേക്ക് വാട്ടർ, പിന്നെ അതിന്റെ gaseous form അല്ലെങ്കിൽ ഗ്യാസ് ആയിട്ട് മാറുമ്പോൾ വാട്ടർ വേപ്പർ ആയിട്ട് മാറുന്നു. ഓക്കെ, സോ വാട്ടർ ഇസ് ദ ഓൺലി സബ്സ്റ്റൻസ് ദാറ്റ് എക്സിസ്റ്റ് ദ 3 states ഓഫ് മാറ്റർ. മാറ്ററിന്റെ 3 സ്റ്റേറ്റും എക്സിസ്റ്റ് ചെയ്യുന്ന ഒരേ ഒരു സബ്സ്റ്റൻസ് ആണ് വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ചേഞ്ചസ് ഇൻ മാറ്റർ. Okay, changes in matter. There are 2 types of changes in matter, physical and chemical changes. അപ്പോൾ മാറ്ററിൻ്റെ ചേഞ്ചസ്, there are 2 types of changes in matter. ഏതൊക്കെയാണ്? ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും ഉണ്ട്. മാറ്ററിന് ഫിസിക്കൽ ചേഞ്ചും ഉണ്ട്, കെമിക്കൽ ചേഞ്ചും ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ഫിസിക്കൽ ചേഞ്ച് എന്താണെന്ന് പഠിക്കാം. Physical changes are changes in which no substance are formed. For example, tearing of paper is a physical change. When you tear paper, no new substance is formed. അതായത് നമ്മൾ ഒരു ആ പേപ്പർ നമ്മൾ കട്ട് ചെയ്യുക, അതെന്താണ്? ഫിസിക്കൽ ചേഞ്ച് ആണ്. പേപ്പർ നമ്മൾ വലിച്ചു കീറുമ്പോൾ അവിടെ പുതിയൊരു സബ്സ്റ്റൻസ് ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. അതെന്താണ്? ഫിസിക്കൽ ചേഞ്ചിന് എക്സാമ്പിളാണ് tearing of paper. Can you see this? Tearing of paper, a physical change. ഫിസിക്കൽ ചേഞ്ചിൽ അവിടെ പുതിയ സബ്സ്റ്റൻസ് ഒന്നും ഉണ്ടാകുന്നില്ല. ഓക്കെ, സോ ഫിസിക്കൽ ചേഞ്ചസ് ആർ ചേഞ്ചസ് ഇൻ വിച്ച് നോ ന്യൂ സബ്സ്റ്റൻസസ് ആർ ഫോംഡ്. അവിടെ പുതിയ സബ്സ്റ്റൻസ് ഒന്നും ഉണ്ടാകുന്നില്ല. എക്സാമ്പിളാണ്, ഫിസിക്കൽ ചേഞ്ചിന് എക്സാമ്പിളാണ് ടിയറിങ് ഓഫ് പേപ്പർ. ഓക്കെ, when you tear paper, no new substance is formed. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന കെമിക്കൽ ചേഞ്ചിനെ കുറിച്ചാണ്. ഓക്കെ, കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ കെമിക്കൽ ചേഞ്ച് ന്യൂ സബ്സ്റ്റൻസസ് ആർ ഫോംഡ്. കെമിക്കൽ ചേഞ്ചിൽ അവിടെ പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാകുന്നുണ്ട്. ഇഫ് യു ബേൺ പേപ്പർ, ആഷ് ഈസ് ഫോംഡ്. അതായത് നിങ്ങൾ പേപ്പർ കത്തിക്കുകയെന്ന് വിചാരിച്ചോ, പേപ്പർ കത്തിക്കുമ്പോൾ അവിടെ എന്താ ഉണ്ടാകുന്നുണ്ട്? ആഷ് ഈസ് ഫോംഡ്. ആഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചാരം അല്ലേ? പേപ്പർ കത്തിക്കുമ്പോൾ ആഷ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ദിസ് ഈസ് എ കെമിക്കൽ ചേഞ്ച്. സോ ബേണിംഗ് ഓഫ് പേപ്പർ ഈസ് എ കെമിക്കൽ ചേഞ്ച് ബിക്കോസ് ദർ ഈസ് ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ്, ദറ്റ് ഈസ് ആഷ് അല്ലേ? പേപ്പർ നമ്മൾ കത്തിക്കുമ്പോൾ അവിടെ പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാകുന്നു, അതിന് പറയുന്ന പേരാണ് ആഷ്. സോ ഇൻ കെമിക്കൽ ചേഞ്ച് ന്യൂ സബ്സ്റ്റൻസസ് ആർ ഫോംഡ്. ഓക്കെ, എക്സാമ്പിളാണ് ബേണിംഗ് ഓഫ് പേപ്പർ. ഫിസിക്കൽ ചേഞ്ചിൽ അവിടെ പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാകുന്നുണ്ടോ? നമ്മൾ പേപ്പർ ഇപ്പോൾ കട്ട് ചെയ്താൽ അവിടെ പുതിയ സബ്സ്റ്റൻസ് ഒന്നും ഉണ്ടാകുന്നില്ല അല്ലേ? അതേസമയം നമ്മൾ പേപ്പർ കത്തിക്കുമ്പോൾ അവിടെ ആഷ് ഉണ്ടാകുന്നുണ്ട്, ചാരം ഉണ്ടാകുന്നുണ്ട് അല്ലേ? അതെന്താണ്? അത് ന്യൂ സബ്സ്റ്റൻസ് ആണ്, ദാറ്റ് ഈസ് കെമിക്കൽ ചേഞ്ച്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള സൊല്യൂഷൻസിനെ കുറിച്ചാണ്. ഓക്കെ, സൊല്യൂഷൻസ്. ഓക്കെ, ക്യാൻ യു സീ ദിസ്? വാട്ട് ഹാപ്പൻ ഇഫ് യു ആഡ് എ tablespoon of sugar to a glass of water? Sugar dissolves in water. We say that sugar is soluble in water. നിങ്ങളൊരു ഗ്ലാസ്സിനകത്ത് വാട്ടർ എടുക്കുക. ഓക്കെ, എന്നിട്ട് കുറച്ച് ഷുഗർ, പഞ്ചസാര അതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ എന്നിട്ട് സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഷുഗർ ഈസ് സോലുബിൾ ഇൻ വാട്ടർ. ഷുഗർ നന്നായിട്ട് വാട്ടറിൽ ലയിച്ച് ചേരുക, അതിന് പറയുന്ന പേരാണ് സോലുബിൾ. ഓക്കെ, ഷുഗർ ഈസ് സോലുബിൾ ഇൻ വാട്ടർ. നമ്മൾ വാട്ടറിൽ പഞ്ചസാര ഇട്ട് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഷുഗർ കാണാൻ പറ്റുമോ? ഇല്ല. സോ ഷുഗർ ഈസ് സോലുബിൾ ഇൻ വാട്ടർ. The substance that dissolves in a liquid is called solute. Okay, the substance that dissolves in a liquid is called solute. Okay, അതായത് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യാനായിട്ട് അല്ലെ ലയിപ്പിക്കാൻ ഉപയോഗിച്ച സബ്സ്റ്റൻസിന് പറയുന്ന പേരാണ് സൊല്യൂട്ട്. ഓക്കെ, ക്യാൻ യു സീ ദിസ്? ദിസ് ഈസ് ഷുഗർ. ഷുഗർ ഈസ് എ സൊല്യൂട്ട്. ഓക്കെ, ഷുഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഈസ് എ സൊല്യൂട്ട്.
അല്ലേ? ദ സബ്സ്റ്റൻസ് ദാറ്റ് ഡിസോൾവ് ഇൻ എ ലിക്വിഡ് ഈസ് കോൾഡ് എ സൊല്യൂട്ട്. വാട്ട് ഈസ് സൊല്യൂട്ട്? ദ സബ്സ്റ്റൻസ് ദാറ്റ് ഡിസോൾവ്സ് ഇൻ എ ലിക്വിഡ് ഈസ് കോൾഡ് സൊല്യൂട്ട്. നമ്മൾ ഷുഗർ എടുത്ത എന്തിനാണ്? ലിക്വിഡായ വാട്ടറിൽ ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? അപ്പോൾ ഷുഗറിന് പറയുന്ന പേരാണ് സൊല്യൂട്ട്. ഓക്കെ, ദ സബ്സ്റ്റൻസ് ദാറ്റ് ഡിസോൾവ്സ് ഇൻ എ ലിക്വിഡ് ഈസ് കോൾഡ് സൊല്യൂട്ട്. ഓക്കെ, the liquid in which a solute dissolves is called solvent. Okay, can you see this? This is water. Okay, നമ്മൾ സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യാനായിട്ട് എടുത്ത ലിക്വിഡിന് പറയുന്ന പേരാണ് സോൾവെൻറ്റ്. സോ വാട്ടർ ഈസ് എ സോൾവെൻറ്റ്. ഓക്കെ, ദ ലിക്വിഡ് ഇൻ വിച്ച് സൊല്യൂട്ട് ഡിസോൾവ്സ് ഈസ് കോൾഡ് സോൾവെൻറ്റ്. ഓക്കെ, സോ ദിസ് ഈസ് സോൾവെൻറ്റ് ആൻഡ് this is solute. Okay, next, the liquid that we get after a solute dissolves in a solvent is called a solution. അതായത് നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു ലിക്വിഡ് ത്ത് ഡിസോൾവ് ആയിട്ടുള്ള സൊല്യൂട്ട് ഡിസോൾവ് ആയിട്ട് കിട്ടുന്ന ആ സൊല്യൂഷന് പറയുന്ന പേരാണ് സോൾവെൻറ്റ്. ഓക്കെ, ദ ലിക്വിഡ് ദാറ്റ് വി ഗെറ്റ് ആഫ്റ്റർ എ സൊല്യൂട്ട് ഡിസോൾവ്സ് ഇൻ എ സോൾവെൻറ്റ് ഈസ് കോൾഡ് സൊല്യൂഷൻ. അതായത് ഒരു സൊല്യൂട്ട് സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട് സോൾവെൻറ്റിൽ ലയിച്ച് കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന ആ ഒരു സൊല്യൂഷന് പറയുന്ന പേരാണ്, ആ ഒരു ലിക്വിഡിന് പറയുന്ന പേരാണ് സൊല്യൂഷൻ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഷുഗറും വാട്ടറും എടുത്തു, അല്ലേ? ഷുഗർ ഈസ് കോൾഡ് സൊല്യൂട്ട് ആൻഡ് വാട്ടർ ഈസ് കോൾഡ് സോൾവെൻറ്റ്, അല്ലേ? എന്നിട്ട് ഈ ഷുഗർ നമ്മൾ വാട്ടറിൽ നന്നായിട്ട് ഇളക്കി കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു ലിക്വിഡിന് നമ്മൾ പറയുന്ന പേരാണ് സൊല്യൂഷൻ. ഓക്കെ, സോ ദ ലിക്വിഡ് ദാറ്റ് വി ഗെറ്റ് ആഫ്റ്റർ എ സൊല്യൂട്ട് ഡിസോൾവ്സ് ഇൻ എ സോൾവെൻറ്റ് ഈസ് കോൾഡ് സൊല്യൂഷൻ. ഓക്കെ, ഹിയർ ഷുഗർ ഈസ് എ സൊല്യൂട്ട് ആൻഡ് വാട്ടർ ഈസ് എ സോൾവെൻറ്റ്. ക്ലിയർ ഇറ്റ്? ഓക്കെ, ക്ലിയർ ആയോ നിങ്ങൾക്ക്? Next, there are some substance that do not dissolve in a liquid. അതായത് കുറച്ച് സബ്സ്റ്റൻസ് ഉണ്ട്, അത് ഒരു ലിക്വിഡിലും ഡിസോൾവ് ആകത്തില്ല, എന്ന് പറഞ്ഞാൽ ലയിക്കത്തില്ല. They are said to be insoluble substance. ഓക്കെ, അങ്ങനെയുള്ള സബ്സ്റ്റൻസിന് പറയുന്ന പേരാണ് ഇൻസോലുബിൾ സബ്സ്റ്റൻസ്. ഇപ്പോൾ നിങ്ങൾ ഷുഗറും വാട്ടറും എടുത്തു, ഇതിന് പകരം നിങ്ങൾ കുറച്ച് സാൻഡ് മണ്ണെടുത്തിട്ട് വാട്ടറും കൂടി എടുക്കുക, എന്നിട്ട് നന്നായിട്ട് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് വാട്ടറിൽ ഡിസോൾവ് ആകുമോ? ഇല്ല. സാൻഡ് അല്ലെങ്കിൽ മണൽത്തരികൾ ഒരിക്കലും വാട്ടറിൽ ഡിസോൾവ് ആകത്തില്ല, അല്ലേ? സോ ദേ ആർ കോൾഡ് ഇൻസോലുബിൾ സബ്സ്റ്റൻസ്. അങ്ങനെയുള്ള സബ്സ്റ്റൻസിന് പറയുന്ന പേരാണ് ഇൻസോലുബിൾ സബ്സ്റ്റൻസ്, അല്ലേ? അപ്പോൾ ഷുഗർ എന്താണ്? ഷുഗർ സോലുബിൾ സബ്സ്റ്റൻ്റ് ആണ്, കാരണം അത് വാട്ടറിൽ അല്ലെ ലിക്വിഡിൽ നന്നായിട്ട് ഡിസോൾവ് ആകുന്നുണ്ട്, അതുകൊണ്ട് അതിന് പറയുന്ന പേരാണ് സോലുബിൾ സബ്സ്റ്റൻസ്. അതുപോലെ തന്നെ സം സബ്സ്റ്റൻസ് ദാറ്റ് ഡു നോട്ട് ഡിസോൾവ് ഇൻ എ ലിക്വിഡ് ആർ കോൾഡ് ഇൻസോലുബിൾ സബ്സ്റ്റൻസ്. ഇൻസോലുബിൾ സബ്സ്റ്റൻസിന് എക്സാമ്പിളാണ് സാൻഡ്. ഓക്കെ, ദർ ഈസ് എ ബോക്സ്. Can you see the box? This is the homework for you. So this much for today. You study well. We will meet in the next class. Thank you.